ഉത്തരേന്ത്യയിൽ കനത്ത മഴയെ തുടർന്ന് പല സംസ്ഥാനങ്ങളിലും ജനജീവിതം ദുസ്സഹമായി. മഹാരാഷ്ട്രയിൽ തുടർച്ചയായി ഭൂചലനം അനുഭവപ്പെട്ടത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കി. വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ രോഹിണിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ 3 പേർ മരിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഡൽഹിയിലും ഹരിയാനയിലെ ഗുരുഗ്രാമിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലുണ്ടായ കനത്ത പ്രളയത്തിൽ 3000-ഓളം LPG സിലിണ്ടറുകൾ ഒലിച്ചുപോയി. കാലവർഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊടിയ ദുരന്തം വിതച്ച് തുടരുകയാണ്. കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ നഗരജീവിതം താറുമാറായി. ഇതിനിടെയാണ് മഹാരാഷ്ട്രയിൽ റിക്ടർ സ്കെയിലിൽ 3.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. നന്ദേഡ്, പർഭാനി, ഹിങ്കോളി മേഖലയിലാണ് ഇന്ന് പുലർച്ചെ 1:30-നും 3:30-നും ഇടയിലെ പ്രകമ്പനം. ആളപായമില്ല. കനത്ത മഴ തുടരുന്ന ഡൽഹിയിലെ രോഹിണി സെക്ടറിലാണ് 4 നില കെട്ടിടം തകർന്നു വീണത്. കെട്ടിട നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ട നിർമ്മാണ തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. രാജധാനി എക്സ്പ്രസ് 12 മണിക്കൂറോളം വൈകിയാണ് ഓടുന്നത്. കൊച്ചുവേളി എക്സ്പ്രസും വഴിതിരിച്ചുവിട്ടു. ഡൽഹി ജയ്പൂർ ദേശീയപാതയിൽ ഗുരുഗ്രാമിന് സമീപം പ്രധാന റോഡ് ഇടിഞ്ഞു താഴ്ന്നതോടെ കിലോമീറ്ററോളം നീളുന്ന ഗതാഗത കുരുക്കുണ്ടായി. നഗരത്തിലെ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരോടടക്കം വർക്ക് ഫ്രം ഹോമിന് നിർദ്ദേശം നൽകി. മഴയുടെ ശക്തി കുറഞ്ഞു തുടങ്ങിയതോടെ മഹാരാഷ്ട്രയിലെ മുംബൈ, താനെ, പാൽഘർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ്. കനത്ത മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. ട്രെയിൻ ഗതാഗതവും താറുമാറായ അവസ്ഥയിൽ തന്നെയാണ്. ഗ്യാസ് നിറച്ചതും കാലിയായതുമായ സിലിണ്ടറുകൾ HPCL പ്ലാന്റിൽ നിന്നാണ് പുഴയിലൂടെ ഒഴുകിപ്പോയത്. കനത്ത മഴയെ തുടർന്ന് പ്ലാന്റിൽ വെള്ളം കയറിയതാണ് അപകടത്തിന് കാരണമായത്. തീരത്തടിയുന്ന സിലിണ്ടറുകൾ കൗതുകത്തിന്റെ പേരിലോ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വീട്ടിലേക്ക് കൊണ്ടുപോകരുതെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഹിമാചൽ പ്രദേശിലും ജമ്മു കശ്മീരിലും മഴ നാശം വിതച്ചു. ഹിമാചലിലെ കുളുവിൽ മേഘവിസ്ഫോടനം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിലും ദോഡ ജില്ലയിലും വൻ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും ഉണ്ടായി. നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയെന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തെ തുടർന്ന് റോഡുകൾ അടച്ചു. മലയോര മേഖലയായതിനാൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.